1985 ജൂലൈ 1-ാം തീയതിയാണ് ഞാൻ ഗുരുനാഥനെ ശിഷ്യഭാവത്തിൽ സമീപിക്കുന്നത്. അതേവരെ ഞാൻ ബന്ധപ്പെടാറുണ്ട്, വിജയൻ ഡോക്ടർ എന്ന് പറഞ്ഞ് ബന്ധപ്പെടാറുണ്ടായിരുന്നു. പലപ്പോഴും ഗുരുനാഥൻ ജോലി ചെയ്യുന്ന CM ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ശിഷ്യഭാവത്തിലാവുന്നത് ഈ ദിനമാണ്. അന്ന് വളരെ കുറഞ്ഞ ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഗുരുനാഥൻ ഉപദേശം കൊടുക്കുമ്പോൾ ഒരാൾക്ക് വന്ന ഉടനെ പൂർണ്ണമായ ഉപദേശവും ദീക്ഷയൊന്നും കൊടുക്കില്ല. അത് ചിട്ടയല്ല. ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ ഒരു ബാലാമന്ത്രോപദേശം കൊടുക്കും, അല്ലെങ്കിൽ ചാമുണ്ടാ മന്ത്രോപദേശം കൊടുത്തേക്കുന്നു വരും. അതിനുശേഷം അവരെ സാധന എത്രമാത്രം പുരോഗതിപ്പെട്ട് അതിനനുസരിച്ച് മാത്രമേ ഗുരുനാഥൻ പിന്നീട് ഉയർന്ന ഉപദേശങ്ങൾ കൊടുക്കാറുള്ളൂ. ഗുരുനാഥന് ചാമുണ്ടാ മന്ത്രം വളരെ ഇഷ്ടവുമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഗുരുനാഥൻ്റെ ഒന്നാമത്തെ ഗുരുവാണ് തലശ്ശേരിയിലുണ്ടായിരുന്ന രമാദേവി. രമാദേവിക്ക് ഒരാശ്രമം തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് രമാദേവി വന്ന അവസരത്തിൽ ഗുരുനാഥൻ അവിടെ കാണുവാൻ പോയിരുന്നു എന്നും, അങ്ങനെ ഗുരുനാഥനെ പ്രത്യേകം വിളിച്ച് ചാമുണ്ടാ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നും പറയുന്നു. അതുകൊണ്ട് രമാദേവിയെ എപ്പോഴും ഒരു കാരണഗുരുവായി ഗുരുനാഥൻ കണ്ടെത്തിയിരുന്നു. വളരെ ബഹുമാനത്തോടെ തന്നെ ആദരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലർക്കൊക്കെ ചാമുണ്ടാ മന്ത്രം മാത്രമേ ഉപദേശിക്കാറുള്ളൂ. ഇവിടെ ആവട്ടെ, എനിക്ക് ഗുരുനാഥൻ ബാലാമന്ത്രവും ശ്രീവിദ്യാമന്ത്രവും ഒരുമിച്ചാണ് ഉപദേശിച്ചത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനപ്പോൾ ബാലാമന്ത്രം ജപിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛനിൽ നിന്ന് വാങ്ങിച്ച് ജപിക്കുന്നുണ്ടായിരുന്നു. അച്ഛനോട് പ്രത്യേകമായൊരു മമത്വം ഗുരുനാഥനുണ്ടായിരുന്നു. അച്ഛൻ്റെ സംസ്കൃത പാണ്ഡിത്യത്തിലും കാര്യത്തിലും ഒക്കെ തന്നെ വളരെ താല്പര്യമുണ്ടായിരുന്നു. പിന്നീട് 87-ലാണ് എനിക്ക് ദീക്ഷ തന്നിരിക്കുന്നത്. പിന്നീട് പല ശിഷ്യന്മാരും വർദ്ധിച്ചു. കേരളത്തിലുടനീളം ആൾക്കാർ വന്നു. ആദ്യം ആ വടകര, കടത്തനാട് പരിസരത്തുള്ള കുറേ ആൾക്കാർ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് തൃശ്ശൂർ, തിരുവിതാംകൂർ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്നു. പിന്നീട് മദ്രാസിൽ നിന്ന് വന്നു. പിന്നീടാവട്ടെ ലോകം മുഴുവനുമുണ്ട്. USA, കാനഡ, ആസ്ട്രേലിയ, ഓസ്ട്രിയ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ശിഷ്യന്മാർ അവിടേക്ക് വന്നിട്ടുണ്ട്. അവർ ചിലരുടെയൊക്കെ അഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിപ്പുണ്ട്. ഏതായിരുന്നാലും ലോകവ്യാപകമായ ഒരു ശിഷ്യ സമ്പത്ത് ഗുരുനാഥനുണ്ടായിരുന്നു. ഗുരുനാഥൻ്റെ കൂടെ മദ്രാസിൽ പോയി കഴിഞ്ഞാൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ പ്ലാറ്റ്ഫോമിൽ കാറെത്തുമായിരുന്നു. പ്ലാറ്റ്ഫോമിൽ കാറെത്തി ഞങ്ങൾ പ്ലാറ്റ്ഫോമിന് പുറത്ത് കയറാതെയാണ് കാറിൽ കയറിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലെ അന്നത്തെ മുഖ്യമന്ത്രിയായ ജയലളിതയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഹരിഭാസ്കർ ഗുരുനാഥൻ്റെ ശിഷ്യനായിരുന്നു. ഹരിഭാസ്കർ നേരിട്ട് വന്നിട്ടാണ് ഗുരുനാഥനെ സ്വീകരിച്ചിരുന്നത്. ഇത്തരത്തിൽ വിപുലമായ ഒരു ശിഷ്യസമ്പത്ത് ഗുരുനാഥന് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ദേവി ഗുരുനാഥൻ നന്നായിട്ട് വീക്ഷിച്ചിട്ടുണ്ട്. വേണ്ട സൗഭാഗ്യങ്ങളൊക്കെ ദേവി കൊടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി അന്ത്യകാലത്ത് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. എങ്കിലും അവിടെയും ഗുരുനാഥനെ ചികിത്സിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ മുതിർന്ന ശിഷ്യന്മാർ തന്നെയാണ്. അതിൽ TS കൃഷ്ണകുമാറിൻ്റെ പേര് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഗുരുനാഥൻ്റെ ഒരു നിഴൽ പോലെ പ്രഭു എപ്പോഴും അടുത്തുണ്ടാകുമായിരുന്നു.
പ്രഭുവാണ് ഗുരുനാഥനെ എല്ലായിടത്തു വെച്ചും ശരിക്ക് ജീവാത്മാ പരമാത്മാ ഐക്യം പോലെയാണ് ഗുരുനാഥനും ശ്രീ പ്രഭുവുമായിട്ടുണ്ടായിരുന്നത്. ഈ പ്രഭുവാണ് പിൽക്കാലത്ത് ഇന്തോനേഷ്യയിൽ പോയി ശ്രീചക്ര പൂജ നിർവഹിച്ചിരുന്നത്. ഞാൻ പോയിട്ടില്ല. എനിക്ക് വിദേശത്ത് പോകാനുള്ള താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തീയതി വരെ ഞാൻ പാസ്പോർട്ട് വാങ്ങി വെച്ചിട്ടില്ല. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആചാര്യൻ പാസ്പോർട്ട് എടുക്കാത്തത്? എനിക്ക് താല്പര്യമില്ല. ഭാരതത്തിലുടനീളം സഞ്ചരിക്കാൻ താല്പര്യമുണ്ട് എന്നല്ലാതെ ഇന്ത്യക്ക് പുറത്ത് പോകാനുള്ള താല്പര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പാസ്പോർട്ട് പോലും ഞാൻ ഇതുവരെ വാങ്ങി വെച്ചിട്ടില്ല. അപ്പോൾ ഇന്തോനേഷ്യയിൽ അവിടെ ശ്രീചക്രം പ്രതിഷ്ഠ നടത്തി. അവിടെയും കുറേ ശിഷ്യന്മാർ ഗുരുനാഥനുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഇപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും ആർക്കും അറിയില്ല. അവർ അവരുടെ സ്വകാര്യമായി സ്വന്തം നിലയിൽ ഗുരുനാഥനെ ഓർമ്മിച്ച് ഗുരുനാഥൻ്റെ ശ്രീപാദുകം ജപിച്ചുകൊണ്ട് സാധന ചെയ്യുന്നുണ്ടായിരിക്കാം എന്നല്ലാതെ ആര് എവിടെയുണ്ട് എന്ന് ഇപ്പോൾ ഒന്നും തന്നെ വ്യക്തമാക്കുവാൻ കഴിയുകയില്ല. ഏതായിരുന്നാലും ലോകം മുഴുവൻ വ്യാപിച്ചു നിന്ന ആ ഗുരുനാഥൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുവാൻ മലയാള മനസ്സിന് കഴിയാതെ പോയി എന്നതാണ് അതിൻ്റേതായ ദുഃഖസത്യം.